ഇന്നലെ ബിഗ് ബോസ് വീട്ടിൽ നടന്ന സംഭവങ്ങളിൽ പ്രേക്ഷകർ ആർക്കൊപ്പം എന്ന് ചോദിച്ചിട്ട് ഞാനൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ വന്ന ഒരു കമൻറ്റ് അത് കുറച്ച് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെയാണ് അത് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. അപ്പോൾ വിനീത് എന്ന് പറയുന്ന ഒരു കക്ഷിയിട്ട കമൻ്റ് ആണേ. ഒരു സംശയവും വേണ്ട, അനീഷിനൊപ്പം അയാൾ അവിടെ ചെയ്യുന്നത് ചൊറു തന്നെയാണ്. പക്ഷേ അതാണ് ഗെയിം. നിലപാടില്ലാത്ത സ്ത്രീയെന്ന് അനുവിനെ വിളിച്ചപ്പോൾ കുരു പൊട്ടിയവർക്കൊന്നും രേണുവിനെ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചപ്പോ അണ്ണാക്കിൽ പഴമായിരുന്നു. അനു എനിക്ക് ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അക്ബർ തലമുടി പിടിച്ച് കാണിച്ചപ്പോ അപ്പാനിക്ക് തോന്നിയില്ല അനുവിന് പുറത്തൊരു ജീവിതമുണ്ടെന്ന്. സോ ഇത് വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു. അതായത് ഞാൻ ഈ സെപ്റ്റിക് ടാങ്ക് വിഷയത്തിലും അത്രയും വേണ്ടിയിരുന്നില്ല എന്ന് വെച്ചാൽ അതൊരു മഹാപാതകമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല എന്നൊരു അഭിപ്രായമാണ് പറഞ്ഞത്. കാരണം പാർട്ട് ഓഫ് ഗെയിം ആണ്, ടാസ്ക് ആണ്. പക്ഷെ മിക്കവാറും ലാലേട്ടൻ ഇന്ന് വന്ന് അക്ബറിനെ എടുത്തിട്ട് കൊടയാൻ സാധ്യത കാണുന്നുണ്ട്. ഈ അനീഷിന്റെ കേസിലും ഇങ്ങനെ പുറകെ നടന്ന് അനുവിന്റെ പുറകെ നടന്ന് ആ ഒരു അന്ന് നടന്ന ഒരു വിഷയത്തിന്റെ പേരിൽ നിരന്തരമായിട്ട് നിലപാടില്ലാത്ത സ്ത്രീ എന്ന് പറഞ്ഞ് അവരെ പുറകെ നടന്ന് ചൊറിയേണ്ട കാര്യമില്ല. അതായത് ഒരു സമയത്ത് അത് പറഞ്ഞു കഴിഞ്ഞല്ലോ. ഗെയിം മുന്നോട്ട് വേറെ വേറെ ടോപ്പിക്കിലേക്ക് പോകട്ടെ. അപ്പം അവർക്ക് പ്രത്യേകിച്ച് അത് വിഷമമാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. ബട്ട് അത് എൻ്റെ അഭിപ്രായമാണ്. അനീഷിനെ സംബന്ധിച്ചിടത്തോളം അയാൾ അവിടെ ഗെയിം കളിക്കാനാണ് പോയത്. അപ്പോൾ അയാൾ എതിരാളിയെ മാനസികമായി തകർക്കാൻ പല സ്ട്രാറ്റജീസും യൂസ് ചെയ്യും. തെറിയോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള അധിക്ഷേപങ്ങളോ അല്ലാത്തിടത്തോളം കാലം നമുക്ക് അയാളോട് അങ്ങനെ ചെയ്യരുത്, അല്ലെങ്കിൽ അയാൾ ചെയ്യുന്നത് തെറ്റാണെന്നൊക്കെ പറയുന്നതിന് പരിമിതികളുണ്ട്. ബട്ട് വ്യക്തിപരമായ എൻ്റെ അഭിപ്രായത്തിൽ അനീഷ് ഇത്രയും പോണ്ട, ഇത്ര ഓവർ ആവണ്ട, കുറച്ചൊന്ന് കൺട്രോൾ ചെയ്താൽ കുറെ കൂടെ കാലം നന്നായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു ഗെയിമർ ആണെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ഇവിടെ കമന്റ് ചെയ്തിരിക്കുന്ന വിനീത് പറയുന്ന കാര്യം വളരെ കറക്റ്റ് ആണ്. ഈ സെപ്റ്റിക് ടാങ്ക് എന്ന് അക്ബർ വിളിച്ച സമയത്ത് ആർക്കും രേണുവിന് പുറത്തൊരു ജീവിതമുണ്ടെന്ന് തോന്നിയില്ല, രേണു ഒരു സ്ത്രീ ആണെന്ന് തോന്നിയില്ല. രേണുവിന് വേണ്ടിയിട്ട് ആരും ഇതുപോലെ ബഹളം വച്ചില്ല. അതാണ് പോയിന്റ്. അക്ബർ ചെയ്തത് തെറ്റാണെന്ന അഭിപ്രായമുള്ളവർ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ, അത് നമ്മൾ പറയണമല്ലോ. പക്ഷേ എങ്കിലും ഇതുപോലെ ആരും ബഹളം ഉണ്ടാക്കില്ല. വിശേഷിച്ച് അപ്പാനിയൊന്നും ബഹളം ഉണ്ടാക്കില്ല. അനുവിന്റെ നേരെ റിംഗ് ഫിംഗർ കാണിച്ച് ഇന്നലെ നമ്മുടെ ആര്യൻ ഒരു ഇഷ്യൂ ഉണ്ടായല്ലോ. അതും ഈ പറഞ്ഞ പോലെ റിംഗ് ഫിംഗർ എന്ന് പറയുന്നത് തെറിയൊന്നുമല്ല. പക്ഷേ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിന് അത് അരോചകമായി തോന്നിയാൽ, നിരന്തരമായിട്ട് അവരെ ശല്യപ്പെടുത്തുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാണല്ലോ. അങ്ങനെ ഒരു സമയത്തും ആര്യന് നേരെ ഒന്ന് ഒച്ചയിടാനോ ആര്യനെതിരെ നിൽക്കാനോ ഒന്നും അപ്പാനി തയ്യാറായിട്ടില്ല. പക്ഷേ ഇവിടെ അനീഷ് എന്ത് ചെയ്താലും അത് ഒരു വലിയ പ്രശ്നമായി കാണുന്നു. അപ്പോൾ അവിടെ ഇത്തരത്തിൽ ആർട്ടിസ്റ്റ് കാർഡ്, വുമൺ കാർഡ്, വിക്ടിം കാർഡ്, ക്രൈ കാർഡ്, എക്സ്പീരിയൻസ് കാർഡ്, ഭീഷണി കാർഡ്, അങ്ങനെ പല കാർഡുകളും ഇറക്കുന്നതായിട്ടാണ് തോന്നുന്നത്. എന്തായാലും പ്രേക്ഷകരുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റ് ചെയ്യൂ. കൂടുതൽ ഇത്തരം അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.